ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ജൂലൈ 3 വിശുദ്ധ തോമസ് അപ്പോസ്റ്റലിന്റെ തിരുനാൾ ദിവസം. വിശുദ്ധ തോമസ് അപ്പോസ്റ്റലൻ നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്റ്റലൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും പ്രധാനപ്പെട്ടവരുമാണ്. അപ്പോസ്റ്റലന്മാരുടെ ഗണത്തിൽ നിന്നും വ്യത്യസ്തനായ ഒരു അപ്പോസ്റ്റലൻ, ദിദിമോസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന തോമസ് ലിയും ഈശോയും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാർ, ഇപ്പം പത്രോസിന്റെ കാര്യത്തിലൊക്കെ പത്രോസ് കർത്താവിന്റെ ആ വിശ്വാസം പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ തള്ളിപ്പറഞ്ഞതിന്റെ ഈ കാല് കഴുകുന്ന സമയത്ത് ഒരു സംഭാഷണമുണ്ട്. പിന്നെ തിബേരിയാസിന്റെ തീരത്ത് വെച്ച് ആ കനൽ കൂട്ടിയിരിക്കുന്നതിന് മുമ്പിൽ വെച്ചൊരു സംഭാഷണമുണ്ട്. അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരു സംഭാഷണം. അങ്ങനെ പത്രോസ് അത്യാവശ്യം സംഭാഷണങ്ങൾ ഈശോയായിട്ട് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ചില സംഭാഷണങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് തോമസ് അപ്പോസ്റ്റലൻ. ഒരു സംഭാഷണം ഇങ്ങനെയാണ്. തോമസ് അപ്പോസ്റ്റലൻ പറയുകയാണ്, ഈശോയോടൊപ്പം പോകുന്നു, നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം, നമുക്ക് മരിക്കാനേ അവനോടൊപ്പം പോകാം എന്നൊക്കെ പറയുന്നൊരു വാക്യം പറയുന്നുണ്ട്. ഈശോയുടെ മുമ്പിൽ നിന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒറ്റ അപ്പോസ്റ്റലിനെ നമുക്ക് കാണുന്നത് തോമസ് ലിയെ. വേറൊരിടത്ത് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോയുടെ സംഭാഷണം. ഈശോ പറയാണ്, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പൊ ഈശോ പറയുകയാണ്, തോമസ്, വഴിയും സത്യവും ജീവനും ഞാനാണ് ആ വഴിയും സത്യവും ജീവനും. നമ്മൾ ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, ഈ ആർഷഭാരത സംസ്കാരത്തിലെ ഋഷിവര്യന്മാരുടെ പ്രാർത്ഥനയായിരുന്നു അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ, തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്നും ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്നും ഞങ്ങളെ സത്യത്തിൽ നയിക്കണമേ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഈശോ പറഞ്ഞത് തോമസ് ലിയോടാ. ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം. അപ്പോൾ ഈ ഉത്തരങ്ങള് തോമസ് ലിയയ്ക്ക് കൈമാറേണ്ട ആ ഉത്തരങ്ങളുമായിട്ടാണ് തോമസ് ലിയ ഭാരതത്തിലേക്ക് വരുന്നത്. ഭാരതത്തിലെ വളരെ അതിശ്രേഷ്ഠമായ ഒരു പുരാതന മതത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ഈശോ തോമസ് ലിയ പറഞ്ഞുകൊണ്ട് അയച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. മറ്റൊരു നമ്മൾ കാണുന്നൊരു കാര്യം, ഈശോ ഈ തോമസ് ലിയ ഈ സംഭാഷണത്തിനാണ് ഈ നിത്യജീവനെ കുറിച്ചുള്ള കാര്യങ്ങൾ തോമസ് ലിയായിട്ട് സംസാരിക്കുമ്പോഴാണ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണെങ്കിലും നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിന്റെ ഇന്നത്തെ വായനകൾ എടുക്കുമ്പോൾ ഒന്നാം വായനയായിട്ട് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് കർത്താവ് അബ്രഹാമിനോട് ഈ ദേശം വിട്ട് ദൂരദേശത്തേക്ക് പോകാനായിട്ട് പറയുകയാണ്. പിതൃഭവനം വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാവും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. സത്യത്തിൽ ഈ അബ്രഹാം എന്ന് പറയപ്പെടുന്ന പേര് മാറ്റിയിട്ട് അവിടെ തോമസ് എന്ന് ചേർത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ആപ്റ്റാണ്. കൃത്യമായിട്ട് തോമസ് ലിയെ കുറിച്ച് പറഞ്ഞൊരു വാക്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ചരിത്രത്തിൽ നിന്ന്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രഘോഷിക്കണം എന്ന് പറയുന്നൊരു വാക്യമാണ് പ്രതിവചന സംഘത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. എന്താണ് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ തോമസ് ലിയയുടെ വിശ്വാസം പ്രഖ്യാപനമാണ്. അങ്ങനെ ബാക്കി എല്ലാവരും ഈശോയെ കണ്ടു, തോമസ് ലിയ കണ്ടില്ല. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് ഈശോ പ്രത്യക്ഷപ്പെട്ട് തോമസ് ലിയ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നാഥനെ തിരക്കി നടന്ന തോമസ് ലിയ ധൈര്യസമേതം പുറത്തേക്ക് പോയി എന്നതൊരു കാര്യം. ബാക്കി എല്ലാവരും കഥയൊക്കെ അടച്ചൊരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുക പേടിച്ച്. അപ്പോ പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള പുറത്തിറങ്ങി നടന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഈശോയെ തിരക്കി തന്നെ ആയിരിക്കണം. കാരണം അയാൾ തിരിച്ചു വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അവനെ ഞാൻ കാണുകയും അവന്റെ മുറിവുകളിൽ എൻ്റെ വിരലിടുകയും അവന്റെ വക്ഷസ്സിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്കെൻ്റെ ഈശോയെ അതുപോലെ കിട്ടണം, കുരിശിൽ മരിച്ച എൻ്റെ ഈശോയെ അതുപോലെ തന്നെ കിട്ടണം, അതും അതിൻ്റെ ഭൂതത്തെ അല്ല എനിക്ക് വേണ്ടത് എന്ന രീതിയിൽ വ്യക്തമായിട്ടും അത് പുള്ളി പറയാനൊരു കാര്യമുണ്ട്.
ഈ 12 പേരിൽ ഒരാൾ തൂങ്ങി മരിച്ചു. 11 പേരിൽ ബാക്കി 10 പേരും പറയാത്തൊരു കാര്യം വ്യക്തമായി പറയുന്ന അപ്പോസ്തലനാണ് തോമസ് ലീഹ. ഈശോയ്ക്ക് ഈശോയ്ക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു വാക്യം പറയാനൊക്കെ ആയിട്ടുള്ളൊരു സാധ്യത കൂടി തോമസ് ലീഹ ഇവിടെ ഇടുകയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട വസ്തുത തോമസ് ലീഹ പറഞ്ഞ വാക്യമാണ്. ഈ തിരുനാളിൽ നമുക്ക് ആ വാക്യം ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം. തോമസ് ലീഹ പറഞ്ഞ വാക്യം വളരെ പ്രത്യേകതയുള്ള വാക്യമാണ്. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഹി ഈസ് മൈ മെസിയ, ഹി ഈസ് മൈ ക്രൈസ്റ്റ്. മുറിവ് കാണണം. എനിക്ക് വേണ്ടി മുറിവേറ്റ് മരണപ്പെട്ടവനെ മുൻപിൽ കണ്ടാൽ ഞാൻ വിശ്വസിക്കും, ഞാൻ പറയും അതാണ് എൻ്റെ ക്രിസ്തു. ഇതാണ് നമ്മൾ ഓർക്കേണ്ട ദിവസം. തോമസ് ലീഹ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ പാഠമാണ്. ആർക്കെങ്കിലും വേണ്ടി നമ്മൾ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി നമ്മളൊരു മുറിവ് ശരീരത്തിൽ തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, മനസ്സിൽ, നമ്മുടെ സൽപ്പേരിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു മുറിവ് ഒരാൾക്ക് വേണ്ടി ഏറ്റിട്ടുണ്ടെങ്കിൽ അയാളുടെ മിശിഹായ നമ്മൾ. കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സഭയുടെ മിശിഹായ, നമ്മളിലൊരു മിശിഹായുണ്ട്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ക്രിസ്തുവായി നമ്മൾ നിലനിൽക്കുക. നമ്മളൊരു ക്രിസ്തുവുണ്ട്. ഒരു സഹോദരൻ ആക്രമിക്കപ്പെടുമ്പോൾ വാക്കുകളാൽ, ശരീരമായി ആണ് നിർബന്ധമില്ല, വാക്കുകളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവനെ പൊതിഞ്ഞു പിടിച്ചിട്ട് അവനോട് ചേർന്ന് നിന്നു എന്നതിൻ്റെ പേരിൽ എനിക്കൊരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ക്രിസ്തുവാണ്. എന്നിലൊരു ക്രിസ്തുവുണ്ട്. അപ്പം എന്നിൽ ഒരു ക്രിസ്തു തെളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുറിവേറ്റേ മതിയാകൂ എന്നൊരു പാഠവും, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരാളിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു എന്നൊരു പാഠവും തോമസ് ലീഹ നമുക്ക് കൈമാറുകയാണ്. വളരെ മനോഹരമായ പാഠമാണ്. എനിക്ക് വേണ്ടി മുറിവേറ്റവൻ. സിമ്പിളായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആയിരിക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില നീതിയുടെ നിലപാടുകളിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുറിവേൽക്കും. അങ്ങനെ മുറിവേൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, എനിക്ക് ഒരു ക്രിസ്തുവംശമുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാൾ നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ നീതിക്ക് വേണ്ടിയോ മൂല്യങ്ങൾക്ക് വേണ്ടിയോ മുറിവേൽക്കുന്ന ഒരാളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ സമൂഹത്തിന്റെ ക്രിസ്തുവംശമുള്ളൊരു മനുഷ്യനാണ്. അയാളൊരു ക്രിസ്തുവുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറം മറ്റും നമുക്ക് കുടുംബത്തിനകത്തേക്കൊന്നും ചിന്തിക്കാൻ സാധിക്കും. കുടുംബത്തിനകത്തേക്കൊന്നും ചിന്തിക്കുന്നെങ്കിലാണ്, ഞാൻ എൻ്റെ അപ്പച്ചനെ നോക്കുകയാണെങ്കിൽ അപ്പച്ചൻ്റെ ശരീരത്തിൽ ദീർഘകാലമായി എനിക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും കഠിനമായി തൊഴിലിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ, ഒരു ആരോഗ്യമുള്ള സമയത്ത് തൊഴിലിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരുമുറിവ്. ആ മുറിവുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് ക്രിസ്തുവാണ് അപ്പച്ചൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും, എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും, എൻ്റെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്, എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതികഠിനമായി തൊഴിലിൽ ഏർപ്പെടുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ വഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് ക്രിസ്തു തന്നെ വിളിക്കേണ്ടത്. അടുക്കളയിലായിരുന്നുകൊണ്ട് നമുക്കെല്ലാം വേണ്ടി വെച്ച് വിളമ്പി ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടന്ന് ജോലി ചെയ്തൊരു അമ്മയുടെ ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ അമ്മയിലൊരു ക്രിസ്തുവുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിനെ മൊത്തം ഭാരവും ചുമലിൽ ഏറ്റുകൊണ്ട് ബാക്കി സഹോദരങ്ങളെയൊക്കെ കരപറ്റിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഹോദരനുണ്ടെങ്കിൽ അയാളിൽ ക്രിസ്തുവുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ഒരു പാസ്വേഡ് തോമസ് ലീഹ നമുക്ക് സെറ്റ് ചെയ്തു എന്നുള്ളതാണ് തോമസ് ലീഹ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്. പലതുണ്ട്, ഒരു മനോഹരമായ അനുഗ്രഹം ഇതാണ്. അതായത് തോമസ് ലീഹ പറയുക, മുറിവ് കാണണം. അവൻ്റെ മുറിവുകളിൽ, അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്കെൻ്റെ മുറിവ് കാണണം. മുറിവ് കണ്ടാൽ ഞാൻ പറയും, എനിക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ ഇവൻ എൻ്റെ ക്രിസ്തുവാണ്. നമ്മുടെ ചുറ്റുപാടിൽ എത്രയോ ക്രിസ്തുമാരുണ്ട്, ക്രിസ്തുവംശമുള്ള എത്രയോ മനുഷ്യരുണ്ട്. തോമസ് ലീഹ
ഒരു പാസ്വേഡ് നമുക്ക് തന്നിരിക്കുക, ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള പാസ്വേഡ്. തോമാസ് ലീഹായുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞൊരു അപ്പോക്രിഫൽ ടെക്സ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ, ബൈബിളിൽ ഉൾപ്പെടുത്താത്തൊരു ഗ്രന്ഥം, നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ സുവിശേഷത്തിന്റെ അകത്തൂടെ തോമാസ് ലീഹ പകർന്നു തന്നിരിക്കുന്ന ഒരു സന്ദേശം, സുവിശേഷം, തോമാസ് ലീഹയുടെ സുവിശേഷം എന്ന് നമുക്ക് സുവിശേഷത്തിനകത്ത്, കാനോനിക്കൽ പുസ്തകത്തിനകത്തുള്ള 73 പുസ്തകങ്ങളിൽ പെടുന്ന 4 സുവിശേഷങ്ങളിൽ പെടുന്ന ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്ന തോമാസ് ലീഹയുടെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള പാസ്വേഡ് തോമാസ് ലീഹ നമുക്ക് തന്നിട്ടുണ്ട്. യൂസ് ഇറ്റ്. അതാണ് നമുക്ക് മറ്റുള്ളവർ നമ്മളിൽ ക്രിസ്തുവിനെ കണ്ടെത്താനും മറ്റുള്ളവരിൽ നമ്മുടെ ക്രിസ്തുവിനെ കണ്ടെത്താനുമുള്ള തോമാസ് ലീഹ തന്ന ഈ പാസ്വേഡ് നമുക്ക് ഉപയോഗിക്കാം. പരസ്പരം ക്രിസ്തുവാംശം തിരിച്ചറിഞ്ഞ് ആദരവോടും സ്നേഹത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കാം. തോമാസ് ലീഹയുടെ മാധ്യസ്ഥയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.